ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 121 അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മുടെ കണ്ണുകൾ കർത്താവിങ്കിലേക്ക് ഉയർത്തുന്നത് പ്രാർത്ഥനയുടെ ഒരു രൂപമാണ്, വിശ്വാസത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും പ്രവൃത്തിയാണ്. ഈ മുകളിലുള്ള നോട്ടങ്ങളിലൂടെയാണ് വിശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും നമ്മുടെ ഹൃദയങ്ങളിൽ വേരൂന്നിയത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകാനുള്ള വഴി തുറക്കുന്നു. ഫെലിസ്ത്യൻ ഭീമനായ ഗോലിയാത്ത് ഇസ്രായേലിനെതിരെ വന്നപ്പോൾ ദാവീദ് ഗോലിയാത്തിൻ്റെ ഉയർന്ന ഉയരത്തിലോ വെങ്കല കവചത്തിലോ തൻ്റെ കണ്ണുകൾ ഉറച്ചില്ല. പകരം ദാവീദ് തൻ്റെ കണ്ണുകൾ കർത്താവിങ്കിലേക്ക് ഉയർത്തി. അവൻ്റെ സഹായത്തിൻ്റെ ഉറവിടം നിങ്ങൾ വളരെ മഹാനാണെന്ന് സങ്കീർത്തനം 104 അധ്യായം 1 വാക്യത്തിൽ പറയപ്പെടുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ദാവീദ് തൻ്റെ ശത്രുവിൻ്റെ പ്രാധാന്യം കുറച്ചു. നമ്മുടെ രക്ഷയുടെ പർവ്വതത്തിലേക്ക് നാം എത്രയധികം കണ്ണുകൾ ഉയർത്തുന്നുവോ അത്രയധികം നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതുമായിത്തീരുന്നു. ദാവീദ് ഗോലിയാത്തിനെ ഒരു ഭീഷണിയായല്ല, മറിച്ച് മറികടക്കാനുള്ളൊരു തടസ്സമായിട്ടാണ് കണ്ടത്. ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ ധിക്കരിക്കണമെന്ന് ഈ പരിച്ഛേദനയില്ലാത്ത ഫെലിസ്ത്യൻ ആരാണെന്ന് 1 ശമൂവേൽ 17 അധ്യായം 26 വാക്യത്തിൽ ചോദിക്കുന്നു. ഈ കാഴ്ചപ്പാടോടെ അദ്ദേഹം ഭീമനെ പരാജയപ്പെടുത്തി. നിങ്ങൾ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഭയം എന്നിവ നേരിടുന്നുണ്ടോ? ഏത് വെല്ലുവിളികളും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു? എല്ലാറ്റിനേക്കാളും വലിയ കർത്താവിൽ നിങ്ങളുടെ നോട്ടം ഉറപ്പിക്കുക. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് എബ്രായർ 13 അധ്യായം 5 വാക്യത്തിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ അവനെ നോക്കി പ്രഖ്യാപിക്കുക, കർത്താവ് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവാണ് എൻ്റെ ജീവൻ്റെ ശക്തി. ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടതെന്ന്? ഇത് സങ്കീർത്തനം 27 അധ്യായം 1 വാക്യത്തിൽ കാണാൻ സാധിക്കും. കർത്താവിൻ്റെ മഹത്വം കാണാൻ നിങ്ങൾ കണ്ണുകൾ ഉയർത്തുമ്പോൾ അവൻ നിങ്ങൾക്കായി ഒരുക്കിയ അനുഗ്രഹങ്ങളും നിങ്ങൾ കാണും. അന്ന് അബ്രഹാം തൻ്റെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ ഒരു ആട്ടുകൊറ്റനെ കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. കർത്താവിൽ നിന്നുള്ള ഒരു കരുതൽ തൻ്റെ മകനെ ബലിയിൽ നിന്ന് ഒഴിവാക്കുന്നു. വിസ്മയത്തോടെയും നന്ദിയോടെയും ദൈവം തനിക്ക് വേണ്ടി എല്ലാം നേടിത്തന്നുവെന്ന് സമ്മതിച്ചുകൊണ്ട് അവൻ കർത്താവിനെ വിളിച്ചു. തിരുവെഴുത്തുകൾ സ്ഥിരീകരിക്കുന്നു, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടുമുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. യേശയ്യാവ് 64 അധ്യായം 4 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, വിശ്വാസത്തിൽ നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കരുതലുകളും കർത്താവ് ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കാണുക. അവനിൽ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചോദിക്കാനോ സങ്കല്പിക്കാനോ കഴിയുന്നതിലും കൂടുതൽ ചെയ്യാൻ അവൻ വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം കൊലോസ്യർ 3 അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 9, 10, 11 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 5 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.